എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 22 ഇന്ന് ആരംഭിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം, സംഗീതം, കരുണ ഇങ്ങനെയൊക്കെയുള്ള ആ ഗുണങ്ങളില് ആകൃഷ്ട ചിത്തകളായിട്ടുള്ള ഗോപികൾക്ക് ഒരു നിമിഷം പോലും ഭഗവാനെ വിട്ടിരിക്കാൻ അവർക്ക് സാധ്യമല്ലാതെ. അപ്പൊ അതുകൊണ്ട് അവര് ദേവീ ഭജനം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ വൃശ്ചിക മാസത്തില് ഭജനം ആരംഭിച്ചു. അരുണോദയത്തില് രാവിലെ നേരത്തെ എണീറ്റ് ഗോപികളെല്ലാവരും ഒത്തുചേർന്നിട്ട് ആ നിവേദ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കയ്യിലെടുത്ത് ഭഗവാനെ കുറിച്ചുള്ള കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ട് കാളിന്തി പുഴയിലെത്തി. അങ്ങനെ വസ്ത്രങ്ങളും സാധനങ്ങളും എല്ലാം കരയിൽ വെച്ച് വെള്ളത്തിൽ കുറെ നേരം പാട്ടുപാടി കളിക്കും. അങ്ങനെ കുളിക്കും. അങ്ങനെ കുളി കഴിഞ്ഞ് മണല് കൊണ്ട് ദേവീ വിഗ്രഹം തീർത്ത് ജലഗന്ധ പുഷ്പ ധൂപാദികളാൽ ഭദ്രകാളിയെ പൂജിക്കും. ആ മണല് കൊണ്ട് തന്നെ മണലുകൊണ്ട് ദേവീ വിഗ്രഹം ഉണ്ടാക്കും അവര്. ഇപ്പോഴും അവരവിടെ തുടരുന്നുണ്ട്. അത് ആ യമുനയുടെ തീരത്തുള്ള കാത്യായനി ദേവി ക്ഷേത്രം, അവിടെ ഞങ്ങൾ പോയി വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഗോപസ്ത്രീകൾ അവിടെ വന്ന് വിളക്കൊക്കെ കത്തിച്ച് എല്ലാ ദിവസവും വരും അവരവിടെ വന്ന് തൊഴും. ഒരു കുഞ്ഞു ക്ഷേത്രമാണ്. അങ്ങനെ അവര് ഭദ്രകാളിയെ ആണ് പൂജിക്കണത്. പുഷ്പങ്ങൾ ആരാധിച്ച് അവര് പ്രാർത്ഥിച്ചു. അല്ലയോ കാത്യായനി ദേവി, മഹാമായേ, മഹായോഗിനി, ത്രിമൂർത്തികളെയും അധീനത്തിൽ വെച്ച ദേവി, നന്ദനന്ദനൻ എന്റെ ഭർത്താവായിട്ട് വരണേ. ഇങ്ങനെയാണ് അവരുടെ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥന നടത്തി പൂജ അവസാനിപ്പിച്ച് വ്രജത്തിലേക്ക് മടങ്ങും എല്ലാ ദിവസവും. അങ്ങനെ വൃശ്ചിക മാസം മുഴുവനും അവരുടെ ഭജനം ഇങ്ങനെ പ്രകാരം നടന്നു. മാസാവസാനത്തില് ഒരു ദിവസം വസ്ത്രങ്ങളെല്ലാം കരയിൽ വെച്ച് ഇങ്ങനെ വെള്ളത്തിൽ പാട്ടുപാടി കളിക്കുകയായിരുന്നു അവര്. അപ്പൊ ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് വരം കൊടുക്കാനായിട്ട് ആ ഗോപന്മാരൊക്കെ ഉണ്ട്, കൂട്ടുകാരോണ്ടൊക്കെ കൂട്ടിയിട്ട് അവിടെ എത്തി. എന്നിട്ട് ഇവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് അടുത്ത ആലിന്റെ കൊമ്പില് തൂക്കിയിട്ടു. അങ്ങനെ ആ ആലിന്റെ മുകളിലിരുന്ന് വേണുഗാനം അങ്ങോട്ട് തുടങ്ങി. വെള്ളത്തില് കളിച്ചിരുന്ന ഗോപികള് വേണുഗാനം കേട്ടപ്പോ ഗാനമത് തൂകുന്ന ഭഗവാനെ കണ്ടു. അപ്പൊ അവർക്ക് നോക്കുമ്പോ എന്താ, അവരുടെ വസ്ത്രങ്ങളൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അവരൊക്കെ വളരെ ലജ്ജയായി. വസ്ത്രങ്ങളൊന്നും ഇല്ലാതെയാണ് അവര് കുളിക്കണതേ. ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ തരണേ കണ്ണാ എന്ന് അവര് പറഞ്ഞപ്പോ, ഇവിടെ വന്നിട്ട് എന്നെ തൊഴുത് നമസ്കരിക്കണം. അപ്പൊ അവര് കേറി കുറച്ച് ഒന്ന് ഒരു കൈ ഇങ്ങനെ ആ ഗുഹ്യഭാഗം മറിച്ച് തൊഴുതപ്പോ പറ്റില്ല, രണ്ട് കൈയും തലയിൽ വെച്ച് തൊഴണം. അങ്ങനെ അവരുടെ ഭക്തി വിശ്വാസങ്ങളെ പരീക്ഷിക്കാനായിട്ട് ഭഗവാൻ പറഞ്ഞു ഗോപികള്. അപ്പൊ യാതൊരു സംശയം കൂടാതെ വെള്ളത്തിൽ നിന്നും കയറി ആലിൻ ചുവട്ടില് രണ്ട് കൈയും തലയിൽ വെച്ച് തൊഴുതുകൊണ്ട് നിന്നു. ഭഗവാന്റെ പരീക്ഷയിൽ അവര് ജയിച്ചു. മരപ്പാവകളെ പോലെയുള്ള അവരെ കളിപ്പിച്ച് അപമാനിച്ചിട്ടും അവരുടെ പ്രേമഭക്തിക്ക് ഒരു കുറവും വന്നില്ല. സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്തു. പിന്നെ ഗോപസ്ത്രീകൾക്ക് ആ ധൈര്യത്തിനും ലോകത്തിലുള്ള എല്ലാവരും ധരിക്കാനായിട്ട് ഒരു പരമതത്വം ഭഗവാൻ ഗോപികളോട് പറഞ്ഞു. അടുത്തു വരുന്ന ശരൽക്കാലത്തെ രാത്രികളിൽ നിങ്ങളുടെ അഭീഷ്ടം ഞാൻ സാധിപ്പിക്കുന്നതാണ്. വറുത്തുപൊടിച്ച വിത്ത് അമൃത് കൊണ്ട് നനച്ചാലും മുളയ്ക്കാത്തതുപോലെ എന്നിലുള്ളതായ കാമം സംസാരത്തിന് കാരണമാവില്ല. ഇതങ്ങോട്ട് കേട്ടില്ലേ അവര് സന്തുഷ്ട ചിത്തകളായിട്ട് അവര് ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് വ്രജത്തിലേക്ക് മടങ്ങി. പിന്നീട് അങ്ങനെ ഭഗവാൻ കുട്ടികളോട് കൂടിയിട്ട് കളിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതീ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മരുദേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഹേമന്തേ പ്രഥമേ മാസി നന്ദോ വ്രജകുമാരികാഃ ചേരുർഹവിഷ്യം ഭുഞ്ജാനാ കാത്യായന്യർച്ചനം വ്രതം. ഹേമന്ത ഋതു ആരംഭിച്ച മാർഗശീർഷ മാസത്തില്, അതായത് ധനുമാസത്തില്, വൃശ്ചിക ധനു മാസങ്ങളില് ആ നന്ദഗോകുലത്തിലുള്ള ഗോപകുമാരികള് എല്ലാവരും ചേർന്നിട്ട് ഇന്നു മുതൽ ശ്രീകൃഷ്ണൻ ഭർത്താവായിട്ട് വരണേ, തീരുന്നത് വരെ, ഞങ്ങളുടെ ഭർത്താവായിട്ട് ശ്രീകൃഷ്ണൻ വരുന്നത് വരെ കാത്യായനി ദേവിയെ നമ്മൾ പൂജിച്ചു ഭജിക്കണം എന്നങ്ങോട്ട് അവര് തീരുമാനിച്ചു. അങ്ങനെ സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിച്ച് ചാമ, തെന മുതലായിട്ടുള്ള ആ ലഘു ധാന്യങ്ങളൊക്കെ ഉപയോഗിച്ച് പരിശുദ്ധിയോടുകൂടി ആ കാമിതാർത്ഥപ്രദാത്രിയായ കാത്യായനിയെ പൂജിക്കാൻ തുടങ്ങി. കാർത്യായനി എന്നല്ല കേട്ടോ പറയേണ്ടത്, കാത്യായനി. ആ അന്നം ദേവിക്ക് നേദിച്ചതിന് ശേഷമാണ് അവര് ഭക്ഷിക്കുന്നത്. നേദിച്ചൂല്ലോ, അപ്പൊ അതുകൊണ്ട് അതിന് ഹവിഷ്യം, ചേരുർ ഹവിഷ്യം പുഞ്ചാന എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് അതിന് പറയുക, ഹവിഷ്യം. ഹവിസ് എന്ന് പറഞ്ഞാൽ ദേവന് സമർപ്പിക്കുന്ന നിവേദ്യം. അപ്പൊ ദേവന് നിവേദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ദേവസംബന്ധം നിമിത്തം ഹവിഷ്യം, ആ ഹവിഷ്യമാണ് അവര് കഴിക്കുള്ളൂ ഈ 41 ദിവസം. ആപ്ലുത്യാംഭസി കാളിന്ത്യ ജലാം ചോദിതേരുണെ കൃത്വാ പ്രതികൃതിം ദേവീം ആനർച്ചുനൃപ സൈകതിം. ആ കുമാരിമാര് അവരെല്ലാവരും എങ്ങനെയാ അവര് ദേവിയെ ഭജിച്ചത് എന്ന് വിവരിക്കുക. അരുണോദയത്തില്, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഒരു സമയമുണ്ട്, അരുണന്റെ ആ കിരണം മാത്രം ഇങ്ങനെ വരും, അതാണ് ഈ അരുണോദയം എന്ന് പറയുന്നത്. ആ അരുണോദയത്തില് കാളിന്തി നദിയിൽ വെച്ച് ചെന്നിട്ട് ഇങ്ങനെ സ്നാനം ചെയ്തിട്ട് ആ കരയില് മണല് കൊണ്ട് ദേവീ ബിംബം നിർമ്മിച്ച് ജല ഗന്ധ പുഷ്പാദികൾ കൊണ്ട് പൂജിച്ചു. ഗന്ധേർമാല്യൈ സുരഭിഭി ബലിഭിർ ധൂപദീപകൈ ഉച്ചാവജേഷ്ടോപഹാരൈ പ്രവാള ഫലതണ്ടുലൈ. ആ പൂജയ്ക്ക് ഉപയോഗിച്ച സാധനങ്ങളെയൊക്കെ വിവരിക്കുകയാണ്. ചന്ദനം, അതിസുരഭിയായിട്ടുള്ള മാല്യം, ധൂപം, ദീപം, അതൊക്കെ ബിംബത്തിന്റെ മുമ്പിൽ വെച്ചു. നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന നാളികേരം മുതലായ ദ്രവ്യങ്ങള്, തുളസി മുതലായ ദളങ്ങള്, മാതളം മുതലായ ഫലങ്ങള്, ഉണക്കലരി മുതലായ ധാന്യങ്ങള്, ഇങ്ങനെ ബഹുവിധ ദ്രവ്യങ്ങൾ കൊണ്ട് പൂജിച്ചു ദേവിയെ അവര്. എന്നിട്ടിതാ ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് അവര് നമസ്കരിക്കുന്നത്. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരു ഹേ നമ. ഇതി മന്ത്രം ജപന്ത്യസ്ഥാഃ പൂജാം ചക്രു കുമാരികാഃ. പൂജാമന്ത്രം പറയാണ്, ഹേ കാത്യായനി, ഹേ മഹാമായേ, ഹേ മഹായോഗിനി, ഹേ സർവേശ്വരി, ഹേ ദേവി, എനിക്ക് നന്ദഗോപപുത്രനെ ഭർത്താവാക്കി തരണേ, നിന്തിരുവടിക്ക് നമസ്കാരം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ആ കുമാരിമാര് ദേവിയെ പൂജിച്ചു. അപ്പൊ അതിനു മുമ്പുള്ള ഒരു ഗോപസ്ത്രീകളില് ശ്രീകൃഷ്ണനോടുള്ള പ്രേമം ആണ് പറഞ്ഞത് അല്ലെ കഴിഞ്ഞ അധ്യായത്തില്. ഇതിലിപ്പോ കുമാരിമാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ, അവർക്ക് ഒരു ഭർത്താവായിട്ട് ഈ ശ്രീകൃഷ്ണനെ മാത്രം മതി, അതാണ് അവര് പ്രാർത്ഥിച്ചത്. ഈ നന്ദഗോപസുതൻ ഞങ്ങളുടെ ഭർത്താവായിട്ട് വരണം എന്ന് ഓരോ പെൺകുട്ടികളും പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ മന്ത്രം എല്ലാവരും പ്രത്യേകം ചൊല്ലി പൂജിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തു. ഈശ്വരനെ ഭർത്താവായിട്ട് സ്വീകരിക്കണമെങ്കിൽ ഈശ്വരിയുടെ പ്രസാദം ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. അത് ആ രഹസ്യം ഈ വിശേഷണങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവതിയെ സേവിക്കണം. ഒരേ പുരുഷനെ അനവധി കുമാരിമാര് ഒരുമിച്ച് കാക്ഷിക്കുന്നതായാൽ അവര് അന്യോന്യം മത്സരമുള്ളവരായിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ ശ്രീകൃഷ്ണനെ കാക്ഷിച്ച ആ ഗോപകുമാരിമാര് അതിസ്നേഹമുള്ളവരായിരുന്നു എന്നുള്ള സംഗതിയും പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതായത് ഈശ്വരനെ ഭർത്തൃത്വേന എല്ലാ സ്ത്രീകൾക്കും ഭരിക്കാം അല്ലെ, എല്ലാവർക്കും അവകാശമുണ്ട് ഈശ്വരനെ ഭർത്താവായിട്ട് ലഭിക്കണം എന്ന് എല്ലാവർക്കും മോഹിക്കാം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീണാം തു ദൈവതം ഭർത്ത എന്ന് സ്മൃതികള് നിശ്ചയിച്ചിരിക്കുന്നത്. പരമാർത്ഥത്തിൽ ഈശ്വരൻ സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും ഭർത്താവ് തന്നെയാണ്. അതായത് ഭർത്താവ് എന്നുള്ള അർത്ഥം ഭരിക്കുന്നവൻ എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. അപ്പോ ജീവരൂപേണ
തങ്ങളെ വിട്ടുപിരിയാതെ ഇരിക്കുന്നത് ആരാ? അപ്പൊ എല്ലാ പ്രാണികളുടെയും ഭർത്താവാണ് ഈശ്വരൻ അല്ലെ? ആ ഈശ്വരൻ അപ്പൊ പുരുഷന്മാർക്കും പ്രാർത്ഥിക്കാം, എന്റെ ഭർത്താവായിട്ട് ഭഗവാൻ വരണേ എന്ന് അല്ലെ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം.